ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കോതമംഗലം സോണിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. സംജാതമാകാൻ പോകുന്ന 2025 വർഷങ്ങളുടെ ഈ ആഘോഷങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സഹായവും നന്മയും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനാ ജീവിതം ക്രിസ്തുമസിൻ്റെ ഒരു അഭിവാജ്യ ചിന്താവിഷയം തന്നെയാണ്. ഞാനിതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളായ ആളുകളുടെ കൂടെ നിർത്തിക്കൊണ്ടാണ്. ഇരുട്ട് എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൽ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഒരു സത്യമാണ്. ഇരുട്ടും വെളിച്ചവും ജീവിതത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് തന്നെയാണ്. പക്ഷെ ഇരുട്ടുണ്ടായപ്പോൾ അതിനെ പഴിക്കാതെ എവിടെയോ ഒരു നക്ഷത്രത്തിൻ്റെ തിളക്കം കാണുമെന്ന് ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചിരുന്നവരായിരിക്കണം ഈ ജ്ഞാനികളായ മനുഷ്യർ. അപ്പോൾ അവർ ഈ നക്ഷത്രത്തെ കണ്ടത് അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മഹത്വം കൊണ്ട് തന്നെയാണ്. അവരവിടെ അവസാനിപ്പിക്കുകയല്ലായിരുന്നു ഈ അന്വേഷണം. ദൈവത്തെ തേടിയുള്ള, ഉണ്ണി ഈശോയെ തേടിയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ഒത്തിരി പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അവസാനം ഹെറോദേസ് എന്ന് പറയുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുന്ന ജ്ഞാനികളെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഇരുട്ടിനെ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ പ്രാർത്ഥനാപൂർവം ശാന്തതയോടുകൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ ആ നന്മയെ നമ്മുടെ ഉള്ളിൽ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് മനസ്സിലാക്കി ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മൾ ആയിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഉയരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ പൗലോസ്ലീഹായോട് ചേർന്ന് നമുക്ക് ഈ ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിൽ നമുക്ക് പങ്കെടുക്കാം. പൗലോസ്ലീഹ ശരിക്കും ഈശോയുടെ കൂടെ നടന്ന ഒരു ആളൊന്നും ആയിരുന്നില്ല. അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നതാണ്. പക്ഷേ ഒരു നാളിൽ ഈശോയെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ്റെ ക്രിസ്തുമസ് ഈശോ അവൻ്റെ ഹൃദയത്തിൽ ജനിച്ചതിൻ്റെ ഒരാഘോഷമായിരുന്നു പിന്നെ നടന്നത്. ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതെനിക്ക് ദുരിതം തന്നെയാണെന്ന് പറഞ്ഞ പൗലോസ്ലീഹ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു മാതൃകയാകട്ടെ. ഈശോയെ നമുക്ക് അന്വേഷിക്കാം. ഈ അന്വേഷണം ദൈവ അനുഭവത്തോടുള്ള നമ്മുടെ ഒരു വലിയ തുറവിയാകട്ടെ. ഈ ക്രിസ്മസ് നാൾ നമുക്ക് ഓരോരുത്തർക്കും വലിയ സന്തോഷവും നന്മയും നൽകുന്നതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ്. ഇന്നത്തെ ടാസ്ക് പ്രാർത്ഥനാ മുറി അലങ്കരിക്കുക. അത് ചെയ്യാ. അയ്യോ, ആ പൂവെല്ലാം പറിച്ചോണ്ട് വന്നപ്പം പൂ പറിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? അങ്ങനെയാണോ നമ്മുടെ രാജാതി സ്നേഹാല് രാജനെ നമ്മൾ ആരാധരിക്കുകയല്ലേ ചെയ്യണത്? അപ്പൊ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു വഴികളല്ലേ എല്ലാം. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെ മാത്രമല്ല, ബാക്കിയായ അലങ്കാരം മാത്രം പോരാ. നമ്മുടെ ബോഡി ലാംഗ്വേജും പ്രാർത്ഥനയും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഭക്തി ആദരവോടെ വേണം നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ ആയിരിക്കുവാൻ. അങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത്. 1 തെസ്സലോനിക്കർ 5:16-18 പറയുന്നില്ലേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ഇതാണ് ദൈവം നമ്മളെ കുറിച്ചുള്ള ദൈവഹിതമെന്ന്. നമ്മളെപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്നത്. പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ പിതാവിനെ കുറിച്ച്, നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. നമ്മുടെ ദൈവവിളിയും നമ്മുടെ നിയോഗം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം. അപ്പൊ നിരന്തരം നമ്മൾ പ്രാർത്ഥനയിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങളെ? അപ്പൊ നമ്മളെപ്പോഴും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശുദ്ധരൊക്കെ അവരുടെ ദൈവവിളിയും അവരുടെ നിയോഗം തിരിച്ചറിഞ്ഞതാണ് അവർ വിശുദ്ധരായത്. നമുക്ക് വിശുദ്ധരാണെങ്കിൽ പാപം ചെയ്യാതിരുന്ന മാത്രം പോരാ, നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ദൈവവിളി എന്താണെന്ന് കണ്ടെത്തണം. ദൈവവിളി എന്ന് പറയുന്നത് വൈദികനാകാനോ കുടുംബജീവിതം മാത്രമല്ല ദൈവവിളി. ദൈവവിളിക്ക് തന്നെ പിന്നെ അനേകം ദൈവവിളികളുണ്ട്. നമ്മൾ ദൈവവിളിയുടെ എങ്ങനെ സഹകരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഓരോ ദൈവവിളിയും വെളിപ്പെട്ട് കിട്ടുന്നത്. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത്, വിജയം വരിക്കുന്ന എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുകൊണ്ടാണ് ഈശോ പറയണം. അപ്പൊ നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശോയുടെ സിംഹാസനത്തിൽ ഇരിക്കാനായിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. പ്രാർത്ഥനയിലൂടെയാണ് ഇതെല്ലാം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. മനസ്സിലായില്ലേ?
അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും ഞങ്ങളുടെയും കോതമംഗലം ഹാപ്പി ക്രിസ്മസ്.